ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ മാവിലെ ഗ്രാഫ്റ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോൻ്റെ അവസാനം ഇതിൻ്റെ മുന്നേ നമ്മൾ തിപ്പലിയിൽ കുരുമുളക് ചെയ്തതിൻ്റെ റിസൾട്ടും അതുപോലെ ഈ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടും കാണിക്കണ്ടേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൈയും കത്തിയൊക്കെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിടിപ്പിക്കേണ്ട സയോണ് കട്ട് ചെയ്ത് വി ഷേപ്പിലാക്കി നമ്മൾ റൂൾ സ്റ്റോക്കിൽ വെച്ച് അതിന് ശേഷം ചുറ്റി നല്ല വലിച്ച് തന്നെ ടൈറ്റ് കെട്ടി കൊടുക്കുകയാണ്. കെട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സിപ്പപ്പിൻ്റെ കവറ് ഇട്ട് അതും ഒന്ന് നമ്മളെ ഹ്യൂമിഡിറ്റി നിലനിർത്തുന്ന പോലെ പാകത്തിന് കെട്ടിക്കൊടുക്കണം. സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. അതായത് ഈ റൂൾ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന സയോണും ഏകദേശം ഒരേ വണ്ണാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ നമ്മൾ വെക്കുന്ന സയോണ് അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്ത അതായത് മാവിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം 2 ആഴ്ചക്ക് ശേഷമുള്ള ചിത്രമാണിത്. ഏകദേശം ഒരു 3-4 പുതിയ നാമ്പുകൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഇത് ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. ഈ കടുത്ത വേനലിലും ഇത് സംഭവം ചെയ്തത് വിജയിച്ചു. അതിനുശേഷം നമ്മൾ ആ സിപ്പ് കവർ മാറ്റിയിട്ട് കുറച്ച് വലിയൊരു കവറിൽ ഉള്ളിൽ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം അത് പാകത്തിന് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കെട്ടി കൊടുക്കുന്ന സമയത്തും ഹ്യൂമിഡിറ്റി അതിൽ നിലനിർത്താൻ പാകത്തിനാണ് നമ്മൾ കെട്ടി കൊടുക്കേണ്ടത്. ഈ കാണുന്നത് നമ്മൾ തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതും ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഈ കാണുന്ന പോലെയുള്ള നാമ്പ് വന്നത്. അപ്പോൾ അതും നമ്മൾ സിപ്പ് കവർ മാറ്റിയതിന് ശേഷം ഒരു സാധാ പ്ലെയിൻ കവറിൽ വെള്ളം കുറച്ച് തളിച്ച് അത് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആരോഗ്യത്തിൽ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊരു സ്റ്റെമ്പ് നാട്ടിയതിന് ശേഷം അതിലൊന്ന് തൽക്കാലം മറിഞ്ഞ് വീഴാത്ത രീതിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിലനിർത്തുകയാണ്. ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പേർക്ക് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്കാണ് ഫ്രീ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നമ്മൾ ലാസ്റ്റ് കണ്ട തിപ്പലിയിൽ കുരുമുളക് ചെയ്തതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഏകദേശം അതിലൊക്കെ വലുതായി കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ സമയമായി കഴിഞ്ഞാൽ കവർ ഊരി ഫ്രീ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ മുകളിൽ പച്ച നെറ്റ് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യണത്.